ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ അബിയു എന്ന മനോഹരമായ ചെടിയുടെ പൂക്കാലത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിലെ ഈ അബിയു ചെടിക്ക് ഏകദേശം 2.5 വർഷത്തിൽ കൂടുതൽ പ്രായമുണ്ട്. ഇത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു ചെടിയായിരുന്നു. ഈ ഓഗസ്റ്റ് മാസത്തിലാണ് സാധാരണ ഇവിടങ്ങളിലൊക്കെ പൂവ് കാണുന്നത്. അതേപോലെ നമ്മുടെ ഈ മഴൻ്റെ സീസണിൻ്റെ ഏകദേശം ഇപ്പോൾ ഓഗസ്റ്റിലായുള്ളൂ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കമ്പിലൊക്കെ കണ്ടില്ലേ, ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൂക്കൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. കാഴ്ചയിൽ വളരെ ആകർഷകമായ ഈ ചെടി പൂവിടുമ്പോൾ നമ്മെ അതിശയിപ്പിക്കാറുണ്ട്. അബിയു ചെടിയുടെ ശാസ്ത്രനാമം പ്യൂരിറ്റിയ കാമിറ്റോ എന്നാണ്. സപ്പോട്ട കുടുംബത്തിൽപ്പെട്ട ഈ ചെടി ജന്മദേശം ആമസോൺ മഴക്കാടുകളാണ്. സാധാരണയായി അബിയു ചെടിക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ പ്രായമാകുമ്പോഴാണ് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്. കാലാവസ്ഥയും പരിപാലനവും അനുസരിച്ച് ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരാം. അബിയു പൂക്കാലം ശരിക്കും ശ്രദ്ധേയമാണ്. പൂക്കാലത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ഇതിന് പ്രത്യേകമായൊരു പൂക്കാലം എന്നതിനേക്കാൾ വർഷം മുഴുവൻ പലപ്പോഴും ഈ ചെടി പൂക്കാറുണ്ട്, കായ്കളും ഉണ്ടാവാറുണ്ട്. എങ്കിലും സാധാരണയായി വർഷക്കാല തുടക്കത്തിലാണ്, മഴയുടെ സമയത്താണ് പൂക്കൾ കൂടുതലായി കാണപ്പെടുന്നത്. നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥയിൽ മഴക്കാലം കഴിഞ്ഞ് നവംബർ മുതൽ ജനുവരി വരെ മാസങ്ങളിൽ പൂക്കൾ ധാരാളമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബിയു പൂക്കൾ വളരെ ചെറുതും ഇളമഞ്ഞ നിറത്തിലുമുള്ളതായാണ്. അബിയു പൂക്കൾക്ക് നേരിയ സുഗന്ധമുണ്ടായിരിക്കും. കൂടാതെ തേനീച്ചകളെയും മറ്റ് പരാഗണകാരികളെയും ആകർഷിക്കാൻ ഇവക്ക് പ്രത്യേക കഴിവുണ്ട്. പരാഗണം നടന്നതിന് ശേഷം പൂക്കൾ കായ്കളായി മാറാൻ ഏകദേശം 2 മുതൽ 3 മാസം വരെ സമയമെടുക്കും. പൂവിടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. വീഡിയോ എല്ലാവരും തന്നെ നിർബന്ധമായും പൂർണ്ണമായി കാണണം, എങ്കിലേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഈ ചെടിയുടെ തടത്തിൽ നമ്മൾ മെയ് സ്റ്റാർട്ടിങ്ങിന് മുമ്പ്, അതായത് ഏപ്രിൽ അവസാന ആഴ്ചകളിലാണ് ഇതിന് വളം ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ സമയത്ത്, മഴയുള്ള സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തടം നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇങ്ങനെ ഇത് വെച്ച് കിളച്ച് മണ്ണൊന്ന് ലൂസാക്കി കൊടുക്കുക. ഇതിൻ്റെ ചെടവേരെന്ന് പറഞ്ഞൊരു വേരുണ്ട്, അതിന് മറ്റ് എടുത്തെന്താ പേരെന്ന് പറയില്ല. ഇങ്ങനെ ഒരു കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും, മുടിക്കെട്ട് പോലെ. അതിപ്പോൾ നമ്മളത് ശരിക്കും ചകഞ്ഞ് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ശരിക്കും എയറേഷൻ കിട്ടുള്ളൂ ചെടികൾക്ക്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ മണ്ണുകളെല്ലാം കട്ട പിടിച്ച് അത് എയറേഷൻ കുറഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് വളമൊന്നും ഈ സമയത്ത് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഏപ്രിൽ ചെയ്തതായതുകൊണ്ട് തന്നെ ഇപ്പം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തന്നെയല്ല, ഇപ്പം മഴക്കാലം കൂടെയാണ്. ഇതേപോലുള്ള ചെടവേരുകളുണ്ടല്ലോ, ഇത് നമ്മൾ കൊത്തി കളയണം. ഇത് ചെടിക്ക് ഉപകാരപ്രദമായ സംഭവമല്ല. ഇത് കളഞ്ഞു പോയി കഴിഞ്ഞെന്ന് കരുതി ചെടിക്ക് ഒന്നും വരാറുമില്ല. ഇത് കളഞ്ഞതിന് മൊത്തത്തിൽ നമ്മൾ കളഞ്ഞ ശേഷം നമ്മൾ തടമൊന്ന് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ചെടി നന്നായി പരിപാലിച്ചാൽ വർഷത്തിൽ പല തവണകളായി പൂക്കളും കായ്കളും ലഭിക്കും. കൃത്യമായ നനയ്ക്കലും വളപ്രയോഗവും സൂര്യപ്രകാശവും അബിയുവിൻ്റെ പൂക്കാലത്തിന് വളരെ പ്രാധാന്യം. പ്രത്യേകിച്ച് പൂ വിരിയുന്ന സമയത്ത് ആവശ്യത്തിന് ജലാംശം ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്.
ചുരുക്കത്തിൽ അബീവിന്റെ പൂക്കാലം ഒരു പ്രത്യേക സമയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നർത്ഥം. പ്രത്യേകിച്ച് വരണ്ട കാലാവസ്ഥയുടെ തുടക്കത്തിൽ തന്നെ ഈ ചെടികൾ പൂവിട്ട് നമ്മളെ അതിശയിപ്പിക്കാറുണ്ട്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, ഈ മണ്ണ് നമ്മൾ കിളച്ച ശേഷം DAP എന്നൊരു രാസവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. DAP എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൈനുലാർട്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ഈ സംഭവം നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ, ഇത്ര ഒരു കുറച്ചുള്ളൂ, വളരെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇത് നമ്മൾ ആ തടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് തടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ഇങ്ങനെ വെതറി കൊടുത്താൽ മതി. അതിപ്പോൾ നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ DAP കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചെടികൾക്ക് അത്യാവശ്യം പൂവും കായകളൊക്കെ നന്നായിട്ട് വരാനും പിന്നെ പൂക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത്. മറ്റു വളങ്ങൾ ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മഴ കൂടിയുള്ളതാണ്. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി പോവുകയേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് മറ്റുള്ള രീതിയിൽ വളം ചെയ്യുന്നതിൽ ഒരു പ്രത്യേകതയുമില്ല. ഇത് നമ്മൾ DAP നമ്മൾ മണ്ണിൽ വിതറിയ ശേഷം ഇത് വെച്ചിട്ട് ഒന്ന് മണ്ണ് നമ്മൾ കിളച്ച് മിക്സ് ചെയ്യുക. മണലുമായിട്ട് ഈ DAP അത്ര അധികം ഒന്നും നമ്മൾ ചേർത്തില്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ മണൽ വെച്ച് ഒന്ന് ഇളക്കി, മണലിനോട് ചേർത്ത് ഇളക്കി ക്ലിയറാക്കി വെക്കുക. ഇനി നമുക്ക് ഈ പോളിയാറായിട്ട് ഇതാണ് കൊടുക്കേണ്ടത്. മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാ അടങ്ങിയിരിക്കുന്നതാണ്. കാൽസ്യം, ബോറോണ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ടാകുന്ന ചെടികളുടെ പൂവ്, കായ ഇവയെല്ലാം തന്നെ വളരെ ആരോഗ്യപരമായിട്ട് നിൽക്കാനും കായ്കൾ കൊഴിഞ്ഞു പോവാതെ ഇലയിൽ തന്നെ തണ്ടിൽ തന്നെ പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 2-3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇതൊരു പച്ചപ്പൊടിയാണ്. ഇത് കട്ടായി പോയതാണ്. അത് സാധാരണ കട്ടായി പൊടി തന്നെയാണ് ഉണ്ടാവുക. ഇങ്ങനെ പച്ച കളറാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഒരു 3 ഗ്രാം മതി. 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ശരിക്കും കലച്ചതിന് ശേഷം നമ്മൾ സ്പ്രെയർ ബോട്ടിലേക്ക് അരിച്ചു വയ്ക്കണം. ഇത് കുറച്ച് കട്ടായി വന്നിട്ടുണ്ട്, എന്തോ കാര്യം എന്നുള്ളത് അറിഞ്ഞൂടാ. അതുകൊണ്ട് അത് ലയിക്കാൻ കുറച്ച് താമസിച്ചു പോകും. ഇപ്പോൾ ഏകദേശം എല്ലാം വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പ്രെയറിലേക്ക് അരിച്ചൊഴിക്കണം. കട്ടകളൊന്നും സ്പ്രെയറിൽ കയറി വന്ന് അതിൻ്റെ സ്പ്രെയർ അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്പ്രെയറിൻ്റെ കവർ അടച്ചു എയർ കൊടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും മഴയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. കാലത്ത് ഇന്ന് ചെയ്യണം, അതേപോലെ ഉച്ച സമയത്തും ചെയ്യാൻ പാടില്ല, നല്ല വെയിലുള്ള സമയത്തും ചെയ്യാൻ പാടില്ല. മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കാലത്താണ്. ഇന്ന് മഴയ്ക്ക് കുറച്ചൊരു അവധി ഉണ്ടായിരുന്നു, ആയതുകൊണ്ട് നല്ലൊരു ഇത് കിട്ടി, ചാൻസ് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും ഇത് ഇലയിൽ പിടിച്ചിരിക്കണം, എങ്കിലേ ഇത് ഇല വഴി ചെടികളിലേക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് എത്തപ്പെടുകയുള്ളൂ. ഏകദേശം ചെടികൾ മുഴുവനായിട്ട് തന്നെ ഈ രീതിയിൽ നമ്മൾ ചെയ്യണം. അതിലെ കമ്പ്, തടികളിൽ, ഇലകളിൽ, പൂക്കളൊന്നും ഇപ്പോൾ വിരിഞ്ഞിട്ടില്ല. അതിപ്പോൾ ഇങ്ങനെ ഇതായി വന്നിട്ടില്ലേ ഉള്ളൂ. വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഈ സാധനങ്ങളോ ഇതേപോലുള്ള കീടനാശികളൊന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ആവശ്യത്തിനാണ്. പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഫ്രൂട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ അത് ഇതായി പോകും.
അഴുകിപ്പോവും. അപ്പോൾ ഇത് സാധാരണ മാർക്കറ്റുകളിലൊന്നും ഇപ്പോൾ ഇത്ര രീതിയിൽ അവൈലബിൾ അല്ല. ഇപ്പം നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരെ കയ്യിലേ ഈ സാധനം കാണുന്നുള്ളൂ. മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതിന് ടൈം നിൽക്കത്തില്ല. അതുകൊണ്ടിട്ടാണത് മാർക്കറ്റിൽ വരാത്തത്. ഇതൊക്കെയാണ് ഇപ്പോൾ അബിയു ഫ്രൂട്ടിന് ഇപ്പോൾ നമ്മുടെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്രൂട്ട് കേടൊന്നും കൂടാതെ തന്നെ നല്ല രീതിയിൽ മുഴുവൻ പൂക്കളെയും കായ്കളാക്കി എടുക്കാൻ പറ്റും എന്നാണ് വിശ്വാസം. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, നമസ്കാരം.